ഈ ഓണം പോലത്തെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ദുബായ് കിരീടാവകാശി ഇന്നലെ ഓണം സദ്യ ഉണ്ട് എല്ലാ മലയാളികൾക്കും പുള്ളി ഓണം നേർന്നേക്കണേ. ഇസ്ലാം എന്ന് പറഞ്ഞാലേ ദുബായ് ഭരണാധികാരിയോ ഞാനോ നീയോ ഈ നാട്ടിലെ മതപണ്ഡിതരോ അല്ല, മറിച്ച് വിശുദ്ധമായ ഗ്രന്ഥവും പ്രവാചകന്റെ തിരുമൊഴിയുമാണ്. ദുബായിലെ ഞാൻ നോക്കട്ടെ, നാളെ ദുബായിലെ കിരീട അവകാശി ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്താൽ അയാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിക്കാത്ത ഏതെങ്കിലും തരത്തിൽ മദ്യപാനവും മറ്റുള്ള ആ നാട്ടിൽ അനുവദിക്കുകയും അയാൾ തന്നെ കുടിക്കുകയും ചെയ്താൽ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അതുകൊണ്ട് ഹലാലാവോ? ശരത്ത് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഒരു വ്യക്തി, ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, മറിച്ച് പ്രത്യയശാസ്ത്രമാണ്. ഒരു വ്യക്തി ചെയ്യുന്നതല്ല ഇസ്ലാം, ഒരു കൂട്ടം ജനങ്ങൾ ചെയ്യുന്നതല്ല ഇസ്ലാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഉസ്താദ്, ഇപ്പൊ നിങ്ങള് മതപണ്ഡിതപരമായിട്ടുള്ള ആൾക്കാര് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മതത്തിൽ നിന്ന് പഠിച്ച് അപഗ്രഥിച്ചാണ് നിങ്ങളിത് പറയണത്. സ്വാഭാവികമായിട്ട് നിങ്ങളിത് പറയുന്ന കാര്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അതൊരു വർഗീയമായ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഏത് കാലഘട്ടം, ഞാൻ ഉദാഹരണം പറഞ്ഞല്ലേ, ഏത് കാലഘട്ടത്തിലും ശരി പറയുമ്പോൾ ആ ശരിയെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട്. പക്ഷെ അതൊന്നും വില പോകത്തില്ല, മനസ്സിലായോ? പക്ഷെ അതെ ഉസ്താദ്, ഞാൻ ഇപ്പൊ നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ പോലും തള്ളിക്കളയുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വാസ്തവം. അത് തള്ളണം എന്നുള്ളതാണ്, മനസ്സിലായില്ല? തള്ളണം. മുസ്ലിമീങ്ങൾ ഭൂരിഭാഗം എന്തുകൊണ്ടെന്നറിയോ? പ്രവാചകൻ പറഞ്ഞെന്തറിയോ? അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും. അവരെന്ന് പറഞ്ഞാൽ നാമത്തിൽ മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ, അവരുടെ പ്രവൃത്തിയിലും വിശ്വാസത്തിലും ഇസ്ലാമിന്റെ കണിക പോലും ഉണ്ടാവില്ല. അവർ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെയാണ്, വെറും ചവറുകളാണ് എന്ന് പറഞ്ഞതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അപ്പൊ അവരങ്ങനെ കാട്ടണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്.